俺は縁柱煉獄教授郎。ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡീമൺ സ്ലെയർ ആനിമിയിലെ ക്യോജിറോ രംഗോക്കുനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് താനൊരു ഹാഷറിയായി മാറി, തന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. പരമ്പരാഗതമായി ഫ്ലെയിം ബ്രീത്തിങ് ഉപയോഗിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നുമാണ് നമ്മുടെ രംഗോക്കു ജനിക്കുന്നത്. കൂടാതെ ഈ ഒരു ഫാമിലിയിലെ ഓരോ ജനറേഷനിലും ഒരു ഫ്ലെയിം ബ്രീത്തിങ് ഉപയോഗിക്കുന്ന ഹാഷറയും ഉണ്ടായിരുന്നു. കാരണം മറ്റ് ബ്രീത്തിങ് സ്റ്റൈല് പോലെ ഈ ഒരു ഫ്ലെയിം ബ്രീത്തിങ് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ രംഗോക്കുവിന്റെ ഫാദർ ആണ് ഷിൻജിറോ രംഗോക്കു. ഇവരും ഒരു ഫ്ലെയിം ബ്രീത്തിങ് യൂസ് ചെയ്യുന്ന ഒരു ഹാഷറയായിരുന്നു. രംഗോക്കുവിന്റെ അമ്മയുടെ പേരാണ് റൂക്ക രംഗോക്കു. അത് കൂടാതെ നമ്മുടെ രംഗോക്കുവിന് ഒരു കുഞ്ഞനുജനം കൂടിയുണ്ട്, സെൻജിറോ രംഗോക്കു. നമ്മുടെ രംഗോക്കുവും സെൻജിറോയും തന്റെ ഫാദറിന്റെ കയ്യിൽ നിന്നും ഒരുപാടധികം ട്രെയിനിങ് ലഭിച്ചിരുന്നു. കൂടാതെ ഇവരുടെ ഫാമിലി ആണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടാണ് മുൻപോട്ട് പോയിരുന്നത്. അങ്ങനെ ഹാപ്പി ആയി പോകുന്ന സമയത്താണ് പോകെ രംഗോക്കുവിന്റെ അമ്മയ്ക്ക് ഒരു ഡിസീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രംഗോക്കുവിന്റെ അമ്മ കുറച്ചുനാൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം തന്റെ അമ്മ രംഗോക്കുവിനെ വിളിച്ച് അവനോട് ചോദിക്കും, മറ്റുള്ളവരെ വെച്ച് നീ എന്തുകൊണ്ടാണ് ശക്തനായി ജനിച്ചതെന്ന് നിനക്ക് അറിയാമോ? ഇത് കേൾക്കുന്ന രംഗോക്കു ചെറിയ കുട്ടിയായതുകൊണ്ട് അതിന്റെ ആൻസറും അറിയില്ല. അങ്ങനെ റൂക്ക പറയും, നീ ശക്തനായി ജനിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനമായ ആൾക്കാരെ സംരക്ഷിക്കാനും രക്ഷിക്കാനും വേണ്ടിയാണ്. നീ മറ്റുള്ളവരെക്കാൾ പവർഫുൾ ആയതുകൊണ്ട് അവർക്കൊരിക്കലും നീ ദ്രോഹം ചെയ്യരുത്, നീ മറ്റുള്ളവരെ സംരക്ഷിക്കണം എന്നും പറഞ്ഞ് റൂക്ക രംഗോക്കുവിനെ കെട്ടിപ്പിടിച്ചു. താനിനി കുറച്ചുനാൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ, ഒരു ശക്തനായ മകന്റെ അമ്മയായതിനാൽ ഞാൻ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്നും കരഞ്ഞുകൊണ്ട് തന്റെ മകനോട് പറയുന്നു. തന്റെ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞ ഈ ഒരു വാക്കിലാണ് രംഗോക്കു പതിയെ ഒരു ശക്തനായി മാറുന്നത്. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് നമ്മുടെ രംഗോക്കുവിന്റെ അമ്മയും മരിച്ചു പോകുന്നു. ഇതിനുശേഷം നമ്മുടെ രംഗോക്കുവിന്റെ ഫാദറിനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ക്യാരക്ടർ മുഴുവനായി മാറി. രംഗോക്കുവിനോടും തന്റെ അനുജനോടും ദേഷ്യത്തിലാണ് സംസാരിക്കാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് രംഗോക്കു ഡീമൺ സ്ലെയർ കോർപ്സിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ രംഗോക്കു തന്റെ ആദ്യത്തെ മിഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഈ ഒരു വിവരം നമ്മുടെ രംഗോക്കു തന്റെ ഫാദറിനെ അറിയിക്കുന്ന സമയത്ത് തന്റെ ഫാദർ രംഗോക്കുവിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഹാഷറയാകാനുള്ള മോഹമൊക്കെ അങ്ങ് മാറ്റി വച്ചേക്ക്, നിനക്കും നിന്റെ അനിയനും ഇതൊന്നും സെറ്റാകില്ല, നിങ്ങൾ രണ്ടുപേരും വീക്കായിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു ഫാമിലിയിൽ അവസാനമായി ഫ്ലെയിം ബ്രീത്തിങ് ഉപയോഗിക്കുന്ന ഹാഷറയായിട്ട് ഞാൻ മാത്രം മതി എന്നും പറയുന്നു. എന്നാൽ ആ പറഞ്ഞത് രംഗോക്കുവിന് ഫീൽ ആകുന്നുണ്ടെങ്കിലും എന്നാൽ അത് കാര്യമായി എടുക്കാതെ തന്റെ അനുജനോട് നീ നല്ലതുപോലെ ട്രെയിനിങ് ചെയ്യും, വൈകാതെ നീയും ഒരു ശക്തനായ ആളായി മാറും എന്നും പറയുന്നു. അങ്ങനെ ഇതും പറഞ്ഞ് നമ്മുടെ രംഗോക്കു തന്റെ ആദ്യത്തെ മിഷനിലേക്ക് പോകുന്നു. രംഗോക്കു ആദ്യം തന്നെ ഫേസ് ചെയ്യുന്ന ആ ഒരു ഡീമൺ ഒരു ഫ്ലൂട്ട് യൂസ് ചെയ്യുന്ന ഡീമൺ ആണ്. ഈ ഒരു ഡീമൺ ആണെങ്കിൽ രംഗോക്കുവിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കൊന്നിട്ടുണ്ടാകും. ഈ ഒരു ഡീമന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഫ്ലൂട്ട് വെച്ച് പ്രത്യേകതരം മ്യൂസിക് ഉണ്ടാക്കി ആ ഒരു മ്യൂസിക് ആരൊക്കെ കേൾക്കുന്നോ അവരുടെ ഇന്നർ സിസ്റ്റം മൊത്തത്തിൽ കൊളാപ്സ് ആകും. അതായത് ഈ ഒരു ഡീമണില്ലേ, ആ ഒരു ഡീമൺ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് തന്റെ കൈകൾ മൂവ് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചത് ചെയ്യുമ്പോൾ കാലുകളായിരിക്കും അനങ്ങുന്നത്. എന്നാൽ കാലെടുത്ത് വെക്കാമെന്ന് വിചാരിക്കുമ്പോഴോ തന്റെ കൈകളും അനങ്ങാൻ തുടങ്ങുന്നു. അതായത് തന്റെ ബോഡി പാർട്സ് ഒക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്റെ ബോഡിയിലുള്ള മറ്റു ഭാഗങ്ങളായിരിക്കും അനങ്ങുന്നത്. അതായത് എല്ലാം ഓപ്പോസിറ്റ് ആയി മാറാൻ തുടങ്ങും. അങ്ങനെ രംഗോക്കു ഇത് മനസ്സിലാക്കി ആ ഒരു മ്യൂസിക് കേൾക്കാതിരിക്കാൻ വേണ്ടി തന്റെ രണ്ട് കൈ കൊണ്ടും ചെവി പൊത്തിപ്പിടിക്കുന്നു. ഈ സമയം നമ്മുടെ രംഗോക്കുവിനാണെങ്കിൽ ആ ഒരു ഡീമണെ ഡിഫീറ്റ് ചെയ്യണം, എന്നാൽ ആ ഒരു മ്യൂസിക് കേൾക്കാനും പാടില്ല. അങ്ങനെ ഈ സമയമായിരിക്കും ആ ഒരു ഡീമൺ രണ്ട് വൂൾഫിനെ സമൺ ചെയ്ത് രംഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ രംഗോക്കു ആ ഒരു രണ്ട് വൂൾഫിനെയും വെട്ടി ആ ഒരു ഡീമന്റെ തല തന്നെ അങ്ങ് വെട്ടിക്കളയുന്നു. അപ്പോഴാണ് ആ ഒരു ഡീമൺ എന്താണ് സംഭവിച്ചത്, എന്റെ മ്യൂസിക്കിൽ നിന്നും അവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രംഗോക്കു തന്റെ കൈ കൊണ്ട് ചെവിയിൽ ശക്തമായി അടിക്കും. അങ്ങനെ ആ ഒരു അടിച്ച സമയത്ത് കുറച്ച് സമയം ഒന്നും തന്നെ കേൾക്കാൻ സാധിക്കില്ല. ഈ ഒരു സമയം മുതലെടുത്താണ് നമ്മുടെ രംഗോക്കു ആ ഒരു ഡീമണെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്തത്. അങ്ങനെ നമ്മുടെ രംഗോക്കു ഫസ്റ്റ് ഡീമണെ ഡിഫീറ്റ് ആക്കിയപ്പോഴാണ് തന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് തന്റെ ജീവൻ രക്ഷിച്ചിട്ടാണെങ്കിലും മറ്റുള്ള ആൾക്കാരെ സംരക്ഷിക്കണം എന്നൊരു തീരുമാനം രംഗോക്കു എടുക്കുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് രംഗോക്കുവിന് 20 വയസ്സാകുന്നു. അതിനുശേഷം ഒരു ഫ്ലെയിം ഹാഷറിയായി മാറുകയും ചെയ്യുന്നു. ഇതറിയുന്ന തന്റെ അനുജനാണെങ്കിൽ വളരെയധികം സന്തോഷമാകുന്നു. എന്നാൽ തന്റെ ഫാദറിന് രംഗോക്കു ഹാഷറിയായത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ രംഗോക്കുവിന് ഓരോ മിഷൻസ് കിട്ടുകയും അതങ്ങനെ കംപ്ലീറ്റ് ആക്കി പോകുന്ന സമയത്താണ് അത് കഴിഞ്ഞാണ് രംഗോക്കുവിന് മറ്റൊരു മിഷൻ കിട്ടുന്നത്. ഒരു ട്രെയിനിൽ ഒരുപാടധികം ഡീമൺസ് ഉണ്ട്. ഈ ഒരു ട്രെയിനിന്റെ പേരാണ് മൂഗൻ ട്രെയിൻ. പണ്ട് ഈ ഒരു മൂഗൻ ട്രെയിനിൽ കുറെ ആൾക്കാർ മരിക്കുകയും കാണാതാവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ രംഗോക്കു ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ്
അവിടെ ഉണ്ടായ ഒരു മുത്തശ്ശിയും ഒരു പേരക്കുട്ടിയും ഫുഡ് വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ഈ സമയം രംഗോക്കു അവരുടെ അടുത്ത് പോയി നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ ഡീമൺസിനെ കണ്ടിരുന്നോ എന്ന് കാഷ്വൽ ആയിട്ട് ചോദിക്കും. എന്നാൽ അവരാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നും പറയുന്നു. അങ്ങനെ അതിനുശേഷം രംഗോക്കു പിന്നെയും ആ ഒരു ട്രെയിനിനടുത്തേക്ക് പോകുന്നു. ആ ഒരു ട്രെയിൻ ഇപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു ട്രെയിൻ പിന്നെയും ഓടാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു ഡീമൺ വരുന്നു. ആ ഒരു ഡീമണിനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ഡീമൺ ആണെങ്കിൽ നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വയസ്സായ മുത്തശ്ശി ആ ഒരു കുട്ടിയെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ രംഗോക്കു ആണെങ്കിൽ ആ ഒരു ഡീമണിനേക്കാൾ വേഗത്തിൽ വന്ന് ഡീമണിന്റെ തല തന്നെ വെട്ടിക്കളയുന്നു. അങ്ങനെ ഇത് കാണുമ്പോഴാണ് ആ ഒരു മുത്തശ്ശിക്ക് പണ്ടുണ്ടായ ഒരു സംഭവം ഓർമ്മ വരുന്നത്. ഇതിനു മുൻപ് ഇതുപോലെ ഒരു ഡീമൺ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫ്ലെയിം ബ്രീത്തിങ് വെച്ച് ഒരാൾ നമ്മളെ രക്ഷിച്ചിരുന്നു. നമ്മുടെ മുത്തശ്ശി ഓർത്ത ക്യാരക്ടർ മറ്റാരുമല്ല നമ്മുടെ രംഗോക്കുവിന്റെ ഫാദർ ആണ്. അങ്ങനെ നമ്മുടെ രംഗോക്കു ആണെങ്കിൽ ഈ ഒരു ഡീമണിനെ കൊന്നാലും ട്രെയിനിനകത്ത് ഇനിയും ഒരുപാട് ഡീമൺ വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ രംഗോക്കു ഒരുപാട് ഫുഡൊക്കെ വാങ്ങി ട്രെയിനിനകത്തേക്ക് ഇരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ടാൻജിറോ, ഇനോസ്കെ, ഷെനിറ്റ്സു ഇവരൊക്കെ രംഗോക്കുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഇവർ യാത്ര ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് 2 ഡീമൺസ് വരുന്നു. എന്നാൽ നമ്മുടെ രംഗോക്കു ആണെങ്കിൽ അവർ ഈസി ആയിട്ട് അങ്ങ് ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ടാൻജിറോ, ഇനോസ്കെ, ഷെനിറ്റ്സു ഒക്കെ ഞെട്ടി സന്തോഷത്തിൽ ഇത് ഞങ്ങളെ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ രംഗോക്കു ആണെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് 3 പേരും ഹാപ്പി ആകുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു മൂഗൻ ട്രെയിനിലുള്ള പ്രധാന ഡീമൺ ആയിട്ടുള്ള എൻമു വരുന്നത്. ഈ ഒരു ഡീമണിന്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉറക്കി അവർക്ക് നല്ല സ്വപ്നങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവർ ആ ഒരു സ്വപ്നം കാണുന്ന സമയത്ത് അവരെ അങ്ങ് കൊന്നുകളയും. അങ്ങനെ ആ ഒരു ട്രെയിനിലുള്ള എല്ലാവരും ഉറങ്ങി നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോകുന്ന സമയത്താണ് ആ ഒരു എൻമു എന്ന ഡീമൺ കുറച്ച് പിള്ളേരെ അടിമകളാക്കി വെച്ചിട്ടുണ്ടാകും. അവരെന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വപ്നത്തിൽ കയറി അവരുടെ സോൾ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രംഗോക്കുവിന്റെ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടി കയറി രംഗോക്കുവിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് രംഗോക്കുവിന്റെ ബോഡി തനിക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവളുടെ കഴുത്തിന് പിടിച്ച് പൊക്കുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ രംഗോക്കു, ടാൻജിറോ, ഇനോസ്കെ, ഷെനിറ്റ്സു എല്ലാവരും എഴുന്നേറ്റ് ഡീമൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവർക്കിപ്പോൾ ഈ ഒരു ട്രെയിനിലുള്ള ആൾക്കാരെ സംരക്ഷിക്കണം, കൂടാതെ ആ ഒരു ഡീമണിനെ ഡിഫീറ്റ് ചെയ്യണം. ട്രെയിനിനകത്തുള്ള 5 കമ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെ നമ്മുടെ രംഗോക്കു നോക്കും. ബാക്കിയുള്ള 3 കമ്പാർട്ട്മെന്റ് ഷെനിറ്റ്സും ഇനോസ്കിയും നോക്കിക്കോളും. നമ്മുടെ ടാൻജറും ഇനോസ്കിയും ആണെങ്കിൽ ആ ഒരു ഡീമണിനെ തപ്പി അവസാനം ആ ഒരു ഡീമണിനെ തന്നെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ഈ ഒരു ഡീമണിനെ ഇല്ലാതാക്കുന്ന സമയത്ത് ആ ഒരു ട്രെയിൻ തന്നെ മുഴുവനായും മറിഞ്ഞു വീഴുന്നുണ്ട്. ആരും മരിച്ചില്ലെങ്കിലും കുറച്ച് പരിക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറ്റുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം കഴിഞ്ഞു എന്ന് നിൽക്കുമ്പോഴാണ് അവിടെ ഒരാൾ കടന്നു വരുന്നത്. ഇത് മറ്റാരുമല്ല അപ്പർ മൂൺ 3 ആയിട്ടുള്ള അക്കാസ. ഈ ഒരു ഡീമൺ ആദ്യം തന്നെ നമ്മുടെ ടാൻജിറോയെ തീർക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കറക്റ്റ് ടൈമിന് അവിടെ രംഗോക്കു വന്നതുകൊണ്ട് ടാൻജിറോ ഇവിടെ രക്ഷപ്പെടുന്നു. നമ്മുടെ അക്കാസ രംഗോക്കുനെ കണ്ടപ്പോൾ തന്നെ രംഗോക്കു ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് അക്കാസയ്ക്ക് മനസ്സിലാകുന്നു. നമ്മുടെ അക്കാസയാണെങ്കിൽ രംഗോക്കുനോട് നീ ഡീമൺ ആക്കാൻ വേണ്ടി പറയും. നീ ഡീമൺ ആയി കഴിഞ്ഞാൽ പല വർഷങ്ങൾ നിനക്ക് ജീവിക്കാൻ സാധിക്കും, ഇപ്പോഴുള്ളതിനേക്കാൾ നിനക്ക് ശക്തനാകാൻ സാധിക്കും എന്നൊക്കെ നമ്മുടെ അക്കാസ രംഗോക്കുവിനോട് പറയുന്നു. എന്നാൽ രംഗോക്കു ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഡീമൺ ആകില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ വേഗത്തിലുള്ള ഇവരുടെ ഫൈറ്റ് നമ്മുടെ ടാൻജിറോ, ഇനോസ്കെക്കു പോലും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇവരുടെ ഫൈറ്റിലാണെങ്കിൽ നമ്മുടെ രംഗോക്കുവിന്റെ ഒരു കണ്ണു പോകുന്നു, ബോഡിയൊക്കെ ഒരുപാട് ഡാമേജ് ആകും, ഒരുപാട് മുറിവുകൾ പറ്റും, പതിയെ ബ്ലഡ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഒന്നുകൂടി അക്കാസ ചോദിക്കും നീ ഡീമൺ ആകുന്നോ? അപ്പോഴാണ് രംഗോക്കു പറയുന്നത് 俺はエンバシだ煉獄教授の അങ്ങനെ രംഗോക്കു ആണെങ്കിൽ തന്റെ മുഴുവൻ പവറും പുറത്തെടുക്കുന്നു. ഇത് കാണുന്ന നമ്മുടെ അക്കാസിയും ഒന്ന് ഷോക്കായി. ഇത്രയും വീക്കായിട്ട് പോലും ഇവന്റെ ബോഡിയിൽ നിന്നും ഇത്രയും പവർ പുറത്തു വന്നു, നീ ഡീമണായി മാറിയാൽ വളരെയധികം ശക്തനാകുമെന്നും പറയുന്നു. എന്നാൽ നമ്മുടെ രംഗോക്കു ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫ്ലെയിം ബ്രീത്തിങ്ങിന്റെ 9th ഫോം വെച്ച് അക്കാസിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നമ്മുടെ രംഗോക്കു അക്കാസിയുടെ കഴുത്ത് വെട്ടിയില്ല എന്നൊരു നിലയിൽ എത്തിയപ്പോൾ നമ്മുടെ അക്കാസ രംഗോക്കുവിന്റെ വയറിൽ കുത്തുന്നു. അങ്ങനെ അക്കാസ പറയും നീ മര്യാദയ്ക്ക് ഡീമണായി മാറി, ഇങ്ങനെ പോയാൽ നീ എന്തായാലും മരിക്കും, നീ കൂടുതൽ ഒന്നും ചിന്തിക്കണ്ട, ഡീമണായി മാറി എന്ന് നമ്മുടെ അക്കാസ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ രംഗോക്കു ആണെങ്കിൽ അക്കാസയുടെ കഴുത്തിൽ വെച്ച ആ ഒരു കത്തി പകുതിയോളം വെട്ടുന്നു. ഈ സമയം നമ്മുടെ രംഗോക്കുവിന്റെ വയറിലാണെങ്കിൽ അക്കാസയുടെ ആ ഒരു കൈ തുളച്ചു വെച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ഇനോസ്കിയും ടാൻജിറോക്കും ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് മനസ്സിലായി അക്കാസയെ കൊല്ലാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഇവിടെ അക്കാസയാണെങ്കിൽ ദൂരെ നിന്ന് സൂര്യൻ ഉദിക്കുന്നതാണ് കാണുന്നത്. അക്കാസയുടെ മേത്ത് സൂര്യ വെളിച്ചം കൊണ്ടുകഴിഞ്ഞാൽ എന്തായാലും താൻ ഇല്ലാതാകും. ഈ ഒരു വിഷയം അക്കാസയ്ക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അക്കാസയാണെങ്കിൽ രംഗോക്കുവിന്റെ വയറിൽ നിന്നും ആ ഒരു കൈ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രംഗോക്കു തന്റെ വയറ് ടൈറ്റായി വെച്ച് അക്കാസിയുടെ കൈ തന്നെ ലോക്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അക്കാസിയുടെ മറ്റേ കൈ ആണെങ്കിൽ രംഗോക്കു തന്റെ കൈ കൊണ്ട് പിടിച്ചു വെക്കുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ രംഗോക്കു ആണെങ്കിൽ തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, അക്കാസയെ ഇല്ലാതാക്കണം എന്നൊരു മട്ടിലാണ് പുള്ളിക്കാരനുള്ളത്. അങ്ങനെ അക്കാസയ്ക്കും വേറെ വഴിയില്ലാതെ തന്റെ കൈ അവിടെ നിന്ന് മുറിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ രംഗോക്കുനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ പുള്ളിക്കാരൻ ജീവിച്ചിരിക്കുകയുള്ളൂ. ടാൻജിറോ ഇതുകൊണ്ട് തന്റെ സങ്കടം സഹിച്ചു വെക്കാനാകാതെ പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ രംഗോക്കു ടാൻജിറോയെ
വിളിച്ച് തന്റെ അവസാന വാക്കുകൾ ടാൻജിറോയോട് പറയുന്നു. തന്റെ അനുജനോട് നിനക്ക് എന്താണോ ആകാൻ ആഗ്രഹം അത് തന്നെ നീ ചെയ്യണം. എന്റെ ഫാദറിനെ നല്ലതുപോലെ നോക്കണം. ഞാൻ മരിച്ചാലും നിങ്ങൾ നല്ലതുപോലെ ട്രെയിനിങ് ചെയ്യണം. ടാൻജിറോ, ഇനോസ്കെ, ഷെനിറ്റ്സു 3 പേരും ആശ്രയായി മാറണം. നിന്റെ അനിയത്തി നെസുക്കോ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളായി മാറണം. അവളും ഒരു ഡീമൺ സ്ലെയർ കോർപ്പിലുള്ള ഒരാളാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് താൻ തന്റെ മരണത്തിന്റെ വക്കിൽ എത്തുമ്പോഴാണ് തന്റെ അമ്മയെ അവസാനമായി കാണുന്നു. അങ്ങനെ ടാൻജിറോ അമ്മയോട് പറയും, നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ കടമ ഞാൻ ശരിയായി ചെയ്തു. ഇത് കേട്ട് നമ്മുടെ രംഗോക്കുന്റെ അമ്മ ഒന്ന് ചിരിച്ച് നിന്നെ ഓർത്ത് ഞാൻ പെരുമപ്പെടുന്നു മകനെ എന്നും പറയുന്നു. ഇത് കേട്ട് നമ്മുടെ രംഗോക്കു ഒന്ന് ചിരിച്ച് ആ ഒരു ചിരിയോടുകൂടെ താൻ അവസാനമായി മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ടാൻജിറോ രംഗോക്കുന്റെ വീട്ടിൽ പോയി താൻ അവസാനമായി പറഞ്ഞ വാക്കുകളൊക്കെ രംഗോക്കുന്റെ അനുജനോട് പറയുന്നു. അങ്ങനെ രംഗോക്കുന്റെ അനുജൻ തന്റെ അച്ഛനോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു. ഏട്ടൻ അവസാനമായി പറഞ്ഞത് അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ രംഗോക്കുവിന്റെ അച്ഛനും സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങും. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രംഗോക്കുവിന്റെ അമ്മ മരിച്ച സമയത്ത് രംഗോക്കുവിന്റെ ഫാദർ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു. തനിക്കിനി പറയാനായിട്ടുള്ളത് തന്റെ 2 മക്കൾ മാത്രമാണ് ഉള്ളത്. ഇവരും ഒരു ഹാഷിറയായി മാറിക്കഴിഞ്ഞാൽ ഒരു നിമിഷത്തിൽ എന്തായാലും മരിച്ചു പോകുമെന്ന് രംഗോക്കുവിന്റെ ഫാദറിന് അറിയാം. ഇവരെ 2 പേരെയും കൂടെ നിർത്താൻ വേണ്ടിയാണ് നിന്നെ കൊണ്ട് ഹാഷിറയാകാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരോട് ദേഷ്യത്തിൽ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ അവസാനം നമ്മൾ രംഗോക്കുവിന്റെ ഫാദർ എന്താണോ കരുതിയിരുന്നത് അതുപോലെ തന്നെ രംഗോക്കു മരിക്കുന്നു. അപ്പോൾ ഇതാണ് രംഗോക്കുവിന്റെ സ്റ്റോറി. അപ്പോൾ ഇതുപോലുള്ള ആനിമെ റിലേറ്റഡ് വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.